ഹായ്, അങ്ങനെ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഡേർട്ട് 400ൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഡയറക്റ്റ് വണ്ടിയിൽ എന്തൊക്കെ ചെയ്തേക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ട് വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് ഫുള്ള് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു എൻഡ്യൂറോ ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സസ്പെൻഷൻ ഇതിൽ കയറുന്ന രണ്ടാമത്തെ സസ്പെൻഷനാണ്. ആദ്യം USD സെറ്റപ്പ് ആയിരുന്നു, മൂന്നാമത്തെ സസ്പെൻഷൻ. ഇതിൽ ഫസ്റ്റ് കിടന്നിരുന്നത് നമ്മുടെ ADV 390യുടെ ഫ്രണ്ട് സസ്പെൻഷനായിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഡൊമിനറിൻ്റെ ആദ്യം ഇട്ടു, അത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കി. കാരണം മറ്റേ സസ്പെൻഷൻ ഇതിൻ്റെ വെയിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് അത്ര ആക്ഷൻ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് മാറ്റിയിട്ട് ഡൊമിനറിൻ്റെ സസ്പെൻഷൻ ഇട്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് നമ്മുടെ ലേറ്റസ്റ്റ് 210 ഇറങ്ങിയ സമയത്ത്, അതായത് ഇത് 210 ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു പ്രൊജക്റ്റ് ഓൾറെഡി ഇവിടെ ലൈവാണ്. കാരണം ഇത് അധികം സോഷ്യൽ മീഡിയയിലോ അങ്ങനെയൊന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല. ബിക്കോസ് ട്രാക്ക് പർപ്പസ് പുള്ളിക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പണിതെടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് അധികം പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ 210 ഇറങ്ങിയ സമയത്ത് ഈ ഇച്ചിരൂടെ സൈസുള്ള ഈ ഒരു ഫോർക്ക് കിട്ടി. അതായത് നമ്മുടെ 200 വരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ സൈസുള്ള ഫ്രണ്ട് ഫോർക്കാണ് വരുന്നത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ നേരെ അത് കയറ്റി ഇട്ടു. അതുപോലെ ഫ്രണ്ട് സ്പോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ ADV ഫസ്റ്റ് ജെൻ ADVക്ക് വരുന്ന സ്പോക്സാണ് കയറിയിരിക്കുന്നത്. അതുപോലെ ഡിസ്ക് ചെയ്തെടുക്കുമായിരുന്നു. അതായത് നമ്മുടെ ഫ്രണ്ട് ഹബ്ബ് കസ്റ്റമൈസ് ചെയ്തിട്ട് ഡിസ്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുമായിരുന്നു ഇത്. അതുപോലെ ബ്രംബോടെ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് കാലിപ്പേഴ്സ് ബ്രംബോടെ കൊടുത്തേക്കുന്നത്. പിന്നെ ടോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡൊമിനറിൻ്റെ മീറ്റർ ആയിരിക്കുന്നത്. ഈ ഡൊമിനറിൻ്റെ മീറ്റർ വെക്കാനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഇത് ഫുൾ വർക്കിംഗ് ആയിട്ടുള്ള ഡൊമിനറിൻ്റെ മീറ്ററാണ്. ഇതിൽ ABSും ഉണ്ട്. ABS സ്വിച്ചബിൾ ABS ആണ്, കംപ്ലീറ്റ്ലി ഫങ്ഷണബിൾ ആയിട്ടുള്ള സ്വിച്ചബിൾ ABS ആണ് വണ്ടിക്ക് വരുന്നത്. പിന്നെ മുകളിലോട്ട് സ്വിച്ചസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പൾസറിൻ്റെ സ്വിച്ചസ് തന്നെ. ദെൻ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. RCBയുടെ ഗ്രിപ്പ് ഇട്ടിട്ടുണ്ട്, നല്ല കിട്ടിയില്ല ഗ്രിപ്പായിട്ട്. ഇത് തന്നെ ഞാനും നമ്മുടെ ASL കയറ്റിയിട്ടുള്ളത്. അതുപോലെ ഇത് ട്രയംഫിന് വരുന്ന ഹാൻഡ് ഗാർഡ്സാണ്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടത്തില്ല. അതായത് വീണ് കഴിഞ്ഞാലും ചളുങ്ങത്തേ ഉള്ളൂ. അതൊരു നല്ലൊരു ബെനിഫിറ്റാണ്. കാരണം പെട്ടെന്ന് ഡാമേജ് എടുക്കത്തില്ല ഈ ഒരു ഹാൻഡ് ഗാർഡ്. നമുക്ക് മറിച്ചിട്ടാണേലും പിന്നെയും ഡ്യൂറബിളായിട്ട് കൊണ്ടുനടക്കുന്നത്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ദെൻ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവേഴ്സ് കാണും, ക്ലച്ചിൻ്റെ ലിവർ. അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റേത് സ്റ്റോക്ക് ആയിട്ടുള്ള നോർമൽ ലിവേഴ്സ് ആയിരുന്നു. ദെൻ ഹാൻഡിൽ ബാർ വരുന്നത് നമ്മുടെ ADV 390 ഫസ്റ്റ് ജെന്നിൻ്റെ ഹാൻഡിൽ ബാർസ് ആണ് വരുന്നത്. ഇനി ടാങ്കിൻ്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ NS 400ൻ്റെ ടാങ്ക് പുതിയത് ഓർഡർ ചെയ്ത് വരുത്തിച്ച് ഇതിലേക്ക് വെച്ചേക്കുന്നതാണ്. നിങ്ങളവർക്ക് എത്രത്തോളം പ്രാന്താന്ന്. ശരിക്കും നല്ല മാഡ്നസ് ഫിൽഡ് ആയിട്ടുള്ളൊരു പണിയാണ് ഇതിൽ മൊത്തം ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടില്ല വണ്ടി, ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം നമ്മളൊരു സാധനം പണിയുമ്പോൾ ഇത് പല രീതിക്ക് ടെസ്റ്റ് ചെയ്താണ് ഇത് പെർഫെക്ഷനിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് വണ്ടി കുറേ ടെസ്റ്റ് ചെയ്ത് കുറേ ഓഫ് റോഡ് കൊണ്ടുപോയി. അങ്ങനെ കുറേ നെഗറ്റീവ്സ് വണ്ടിക്ക് കിട്ടി. അങ്ങനെ ഇത് ബിൽഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരു രീതിക്ക് ഈ സാധനം ഇൻ ഫ്യൂച്ചർ ആയി വരും. അപ്പോൾ കറൻ്റ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന ടാങ്ക് NS 400ൻ്റെ പുതിയ ടാങ്ക് പീസാണ് ഓർഡർ ചെയ്ത് വരുത്തിച്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ സൈഡും കാര്യങ്ങളെല്ലാം സെയിം. റിയറിലോട്ട് നോക്കി കഴിഞ്ഞാൽ റിയറിലത്തെ പീസും സ്റ്റോക്കാണ്, ലൈക്ക് വേറെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് വണ്ടിയുടെ ബോഡി വരുന്നത്. ഇനി വണ്ടിയുടെ കോർ സാധനം, ഇതിൽ മേജറായിട്ട് ചെയ്തിരിക്കുന്ന കോർ സാധനം ഞാൻ പറഞ്ഞുതരാം. ഇത് NS ആണ്, ലൈക്ക് 200 NS ആയിരുന്നു. ഇതിൽ നേരെ നമ്മുടെ VS4 ഡൊമിനറിൻ്റെ എൻജിനാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഭീമാകാരമായിട്ടുള്ളൊരു മോഡായിട്ട് ഇത് ഫോർ ദ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും NSൽ. ഡയറക്റ്റ് ഫിറ്റാണോ എന്നുള്ള ഫിറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ആശാനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇതും ഫുൾ ചെയ്തിട്ടുള്ള നമ്മുടെ പിസ്റ്റൺ അഡിക്സ് ആണ്. എന്നോട് പറഞ്ഞത് ഇവിടെ ഉള്ളവന്മാർ പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് എവിടെയോ വണ്ടി വിളിച്ചപ്പോഴത്തേക്കിനും നേരെ എൻജിൻ കിട്ടി. എൻജിൻ കൊണ്ടുവന്നു, വയറിംഗ് കിറ്റും കൊണ്ടുവന്നു. വെറും 1 ഡേ കൊണ്ട് ഈ എൻജിനും വയറിംഗ് കിറ്റും എല്ലാം 1 ഡേ എടുത്തില്ല, ഒരു രാത്രി നേരെ കൊണ്ടുവന്നു, അസംബിൾ ചെയ്ത് കയറ്റി. ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ 1 അവറിനുള്ളിൽ തന്നെ വണ്ടിയുടെ എൻജിൻ ഫുൾ അസംബിൾ ചെയ്ത് കയറ്റി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എൻജിനാണ് ഡൊമിനറിൻ്റെ എൻജിൻ. സാധനം അന്യായ പവറാണ്, പറയേണ്ട ഒരു കാര്യമില്ലല്ലോ അതിനെക്കുറിച്ച്. ട്രിപ്പിൾ സ്പാർക്കാണ്. പിന്നെ റേഡിയേറ്റർ വരുന്നത് നമ്മുടെ ADV 390യുടെ കേർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്റർ വരുന്നത്. 2 ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം എക്സ്ട്രാ കൂളിങ്ങിന് വേണ്ടിയിട്ട്. അതൊരു നല്ലൊരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു ബിൽഡാണ്.
അപ്പോൾ എൻജിൻ ഭാഗം അതാണ് 40 bhp. എൻജിൻ്റെ കാര്യങ്ങൾ ബാക്കി പറയണ്ടല്ലോ, സീൻ എൻജിനാണ് കയറ്റിയേക്കുന്നത്. ദെൻ നമുക്ക് പുറകിലോട്ട് വരാം. പുറകിലത്തെ സസ്പെൻഷൻ 250-യുടെയാണ്. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് 250-യുടെ സസ്പെൻഷനിലോട്ട് അപ്ഗ്രേഡ് ചെയ്തായിരുന്നു നമ്മുടെ AS-ൻ്റേത്. ഇതും അത്യാവശ്യം നല്ല കിട്ടിയില്ല സസ്പെൻഷനാണ്, നല്ല പെർഫോമൻസാണ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുറക് സ്വിങ് ആകുമ്പോൾ നോർമൽ NS-ൻ്റെ തന്നെ സ്വിങ് ആകുമ്പോൾ കിടക്കുന്നത്. പുറക് ഹബ്ബ് വന്നിട്ട് ADV-യുടെ തന്നെ കിടക്കുന്നത്. പിന്നെ ടയർ വരുന്നത് റൈസിൻ്റെ ടയേഴ്സാണ്, പുറകിലും ഫ്രണ്ടിലും റൈസിൻ്റെ ടയേഴ്സാണ് വരുന്നത്. പുറക് പിന്നെ ഡിസ്ക് ബ്രേക്ക് അതുപോലെ കാലിപ്പേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ബിൽഡാണ് വരുന്നത്. ഹിമാലയൻ 450-യിൽ വരുന്ന സെയിം എക്സോസ്റ്റാണ് വരുന്നത്. അത് കട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എൻഡ് കുറച്ചുകൂടെ ലൗഡായിട്ടുള്ള സൗണ്ട് കിട്ടാനായിട്ട്. ഫ്രണ്ടിൽ നിന്ന് ബെൻഡ് വൈപ്പും കാര്യങ്ങളെല്ലാം നോർമൽ നമ്മുടെ 400-ൻ്റെ തന്നെ വരുന്നത്. അതിലോട്ട് ഹിമാലയൻ്റെ ആ ഒരു എക്സോസ്റ്റ് അങ്ങ് അവിടെ നിന്ന് സെറ്റ് ചെയ്തെടുത്ത്. അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ബിൽഡ്. വണ്ടിയുടെ പുറക് സ്പ്രോക്കറ്റ് കസ്റ്റമാണ്, ഫ്രണ്ട് നോർമൽ ഡൊമിനറിൻ്റെ സ്പ്രോക്കറ്റാണ് വന്നേക്കുന്നത്. അപ്പോൾ ഫുൾ ബിൽഡ് അത്രയൊക്കെയാണുള്ളത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും മിസ്സിങ് ആയിട്ട് ഞാൻ പറയാത്തതായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റയിലാണല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ വന്നിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് റെസ്പോൺസ് ചെയ്യാനായിട്ട് ടാസ്ക്കാണ്. കാരണം അതുപോലെ മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. നേരെ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടും. പ്ലീസ് DM എന്നോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യായിരുന്നെങ്കിൽ നേരെ വന്ന് കയറായിരുന്നു. അതുപോലെ തന്നെ കമൻറ്റ് ഇടുകയാണെങ്കിൽ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പണിതേക്കുന്ന ഇവനും ആ ഒരു കമൻറ്റ് വഴി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വണ്ടിയുടെ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ബിൽഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇവനാണേലും വണ്ടി പണിത ആശാനാണേലും അത് കമൻറ്റ് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയൊക്കെയാണ് വണ്ടിയുടെ ബിൽഡ്. വണ്ടി ഞാൻ ഫയറപ്പ് ചെയ്ത് കാണിച്ചില്ലല്ലോ, വണ്ടി ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വെൽ, മീറ്ററും കാര്യങ്ങളൊക്കെ ലൈറ്റപ്പ് ആകാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതാണ് വണ്ടിയുടെ സൗണ്ട് കേട്ടോ. ആ ഒരു എക്സോസ്റ്റ് മാറ്റി കഴിയുമ്പോഴത്തേക്കിനും വിഷയമായിട്ടുണ്ട്. ഇനി ഒരുപാട് വണ്ടിയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ AS-ൻ്റെ കുറച്ച് ലോങ് ടേം റിവ്യൂ വരുന്നുണ്ട്. നമ്മുടെ കുറച്ച് ലോങ് റൈഡ്സും കാര്യങ്ങളൊക്കെ പോയായിരുന്നു. അപ്പോൾ അതൊക്കെ വരുന്നുണ്ട്. എല്ലാവരും വേഗം ചാനൽ സബ് ചെയ്തു, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. വീണ്ടും വേറെ വണ്ടികളൊക്കെ ആയിട്ട് കാണാം. അതുപോലെ ഇതുപോലത്തെ നല്ല മോഡ്സൊക്കെ ചെയ്ത വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് തരിക. ഇതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ റിവ്യൂസൊക്കെ ചെയ്ത് ചാനലൊക്കെ ഒന്ന് പവറാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്ബൊക്കെ ചെയ്തോ. ബൈ.